ഇതിഹാസ പരിശീലകന് യുർഗന് ക്ലോപ്പ് ജർമ്മന് ദേശീയ ഫുട്ബോൾ ടീമിന്റെ മുഖ്യ പരിശീലകനായി ചുമതലയേറ്റു. 2030 ലോകകപ്പ് വരെയാണ് ക്ലോപ്പുമായി ജർമ്മന് ഫുട്ബോൾ അസോസിയേഷന് കരാര് ഒപ്പിട്ടിരിക്കുന്നത്. ജൂലിയന് നെഗ്ലസ്മാന്റെ പിൻഗാമിയായാണ് അദ്ദേഹം ഈ ദൗത്യം ഏറ്റെടുക്കുന്നത്. കഴിഞ്ഞ ഫിഫ ലോകകപ്പിന് ശേഷം നെഗ്ലസ്മാന് പരിശീലക സ്ഥാനം ഒഴിഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് ക്ലോപ്പിന്റെ നിയമനം. യുവേഫ നേഷൻസ് ലീഗാണ് ക്ലോപ്പിനു മുന്നിലുള്ള ആദ്യ പ്രധാന ടൂർണമെന്റ്. തൊട്ടുപിന്നാലെ 2028 യൂറോ കപ്പും ജർമ്മനിയെ കാത്തിരിക്കുന്നു. 2028 യൂറോ കപ്പിനു മുമ്പായി ജർമ്മനി ടീമിനെ അവരുടെ പഴയ പ്രതാപത്തിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നതായിരിക്കും ക്ലോപ്പിന്റെ പ്രധാന ലക്ഷ്യം. അദ്ദേഹത്തിന്റെ വരവോടെ ജർമ്മനി ഫുട്ബോളില് ഒരു പുതിയ യുഗം പിറക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകര്. ക്ലോപ്പിന്റെ സുവർണകാലം താന് പരിശീലിപ്പിച്ച എല്ലാ ടീമുകളെയും ഉന്നത വിജയങ്ങളിലെത്തിച്ച ചരിത്രമാണ് ക്ലോപ്പിന്റേത്. 2001 മുതൽ 2008 വരെ FC മെയിൻസിനെ പരിശീലിപ്പിച്ച അദ്ദേഹം പിന്നീട് 2008 മുതൽ 2015 വരെ ജർമ്മന് ക്ലബ്ബായ ബൊറൂസിയ ഡോട്ട്മുണ്ടിന്റെ അമരക്കാരനായി. ബുണ്ടസ് ലീഗയില് ബയേൺ മ്യൂണിക്കിന്റെ കുത്തക തകർത്ത് ഡോട്ട്മുണ്ടിനെ 2 തവണ ലീഗ് കിരീടത്തിലേക്ക് നയിക്കാന് ക്ലോപ്പിന് സാധിച്ചു. ഡോട്ട്മുണ്ട് തങ്ങളുടെ അവസാന ലീഗ് കിരീടം നേടിയത് ക്ലോപ്പിന്റെ കീഴിലായിരുന്നു. 2015 ജർമ്മന് ക്ലബ്ബ് വിട്ട് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ വമ്പന്മാരായ ലിവർപൂളിന്റെ പരിശീലകനായി അദ്ദേഹം ചുമതലയേറ്റു. ക്ലോപ്പിന്റെ തന്ത്രങ്ങൾക്ക് കീഴില് ലിവർപൂള് പ്രീമിയർ ലീഗിലെ ഏറ്റവും മികച്ച ടീമുകളിലൊന്നായി മാറി. 9 വർഷത്തെ സേവനത്തിനിടയില് ലിവർപൂളിനായി 8 പ്രധാന കിരീടങ്ങളാണ് അദ്ദേഹം നേടിക്കൊടുത്തത്.